നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ട നിരാശയാണ് ഗണേഷ് കുമാറിനെന്ന് ആക്ഷേപം. NSSനെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ വാലായി ഗണേഷ് കുമാർ മാറി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ്. ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ തിരക്ക്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 19-ന് UDF സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. വാർത്തകൾ വിശദമായി. മുൻ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSSനെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ വാലായി ഗണേഷ് കുമാർ മാറി. എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ട നിരാശയാണ് ഗണേഷ് കുമാറിനെന്ന് ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടതിലുള്ള നിരാശയാണ് ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വന്തം അച്ഛനെതിരെ വരെ പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് ഗണേഷ് കുമാർ എന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. NSSൽ അനധികൃതമായി ആർക്കും നിയമനം നൽകിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും സംഘടനയുടെ കീഴ്വഴക്കങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് നടന്നിട്ടുള്ളത്. താലൂക്ക് യൂണിയൻ പിരിച്ചുവിടേണ്ട സാഹചര്യം വന്നാൽ വൈകുന്നേരമല്ല രാത്രിയാണെങ്കിലും അത് ചെയ്യുമെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. അതൊക്കെ നിയമപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തെറ്റാണെങ്കിൽ അതിക്ക് കോടതി പോകാമല്ലോ. ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിക്ക് കോടതി പോകാമല്ലോ. എന്തിനാ വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? വൈകിട്ട് 7 മണിക്കാണ് യൂണിയൻ പിരിച്ചുവിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. രാത്രിയിലാണ് പിരിച്ചുവിടും. അതിനെന്താ സംശയം? ഇവിടെ പിരിച്ചുവിടേണ്ടി വന്നാൽ നിയമപരമായി തന്നെ പിരിച്ചുവിടും. അത് രാത്രിയിലാണെങ്കിലും പിരിച്ചുവിടും. ഇപ്പോഴാ അവസ്ഥ ഉണ്ടാകുന്നു. ഉടനെ തന്നെ ആ താലൂക്ക് യൂണിയൻ്റെ ഭരണസ്തംഭനത്തിന് ഇടവരാതിരിക്കാൻ രാത്രി തന്നെ NSSൽ ജനാധിപത്യപരമായ എല്ലാ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതെന്ന ആരോപണങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ കേസ് കൊടുക്കട്ടെയെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. NSSനെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ വാലായി ഗണേഷ് കുമാർ മാറിയിരിക്കുകയാണെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. NSSന്റെ സമദൂര നിലപാട് ശരിയാണെന്നും കഴിയുമെങ്കിൽ കേരളത്തിലുടനീളം കൂടുതൽ പത്മ കഫേകൾ ആരംഭിക്കുമെന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ്. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് പേർ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു. ക്ഷേത്രത്തിലെ ശ്രീരാമ തീർത്ഥക്കുളത്തിൽ തർപ്പണം ചെയ്താൽ 12 തലമുറയ്ക്ക് തർപ്പണം നടത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. മലയാള മാസമായ കർക്കിടകത്തിലെ അമാവാസി നാളിൽ പിതൃക്കൾക്ക് ആത്മശാന്തിക്കായി നടത്തുന്ന പിതൃതർപ്പണമാണ് കർക്കിടക വാവ് ബലി. ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവാണിത്. കർക്കിടക വാവ് ദിനത്തിൽ ബലിയിട്ടാൽ പിതൃക്കൾക്ക് 1 വർഷത്തേക്ക് ആത്മശാന്തിയും തൃപ്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് വാവു ബലിക്ക് ഉത്തമം. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദേവന്മാർക്കും പിതൃക്കൾക്കും ഒരേപോലെ വിശേഷപ്പെട്ടതാണ്. കർക്കിടക അമാവാസിയിൽ നടത്തുന്ന പിതൃതർപ്പണം ദേവസാന്നിധ്യത്തിൽ പുണ്യകർമ്മമായി തീരുന്നു. കിഴക്കിന്റെ അയോധ്യ എന്നറിയപ്പെടുന്നതും നിത്യേന ബലിതർപ്പണം നടക്കുന്നതുമായ കോട്ടയം ജില്ലയിലെ പ്രധാന തർപ്പണ കേന്ദ്രമായ വെന്നിമലയിലെ ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ബലിയിട്ടു. ഇവിടുത്തെ ശ്രീരാമ തീർത്ഥത്തിൽ തർപ്പണം നടത്തിയാൽ 12 തലമുറയ്ക്ക് ബലിതർപ്പണം നടത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. പുലർച്ചെ 4 മണി മുതൽ ഇവിടെ ബലിതർപ്പണം ആരംഭിച്ചു. മനോജ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അരിയും എള്ളും പൂവും സമർപ്പിച്ച് പിതൃക്കളെ സ്മരിച്ച് പിതൃപുണ്യം തേടി ഭക്തർ ബലിതർപ്പണം നടത്തി. തുടർന്ന് തിലഹോമം, പിതൃപൂജ, നമസ്കാരം എന്നിവയും നടന്നു. ബലിയിടുന്നതിനായി എത്തുന്നവർക്കായി KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ക്ഷേത്രത്തിൽ നടന്നുവന്ന സംഗീതോത്സവത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. കോട്ടയം വീരമണി, മാതങ്കി സത്യമൂർത്തി തുടങ്ങിയവർ കീർത്തനാലാപനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പിതൃപുണ്യം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. കോട്ടയം ജില്ലയിലെ എല്ലാ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കോട്ടയം നാഗമ്പടം മഹാദേവർ ക്ഷേത്രത്തിൽ നടന്ന തർപ്പണ ചടങ്ങിൽ 10,000-ഓളം പേർ പങ്കെടുത്തു. പിതൃപുണ്യം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. കോട്ടയം ജില്ലയിലെ പ്രധാന സ്നാനഘട്ടമായ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ 10,000-ഓളം ആളുകളാണ് ബലിതർപ്പണത്തിൽ പങ്കെടുത്തത്.
പിതൃക്കളുടെ ആത്മശാന്തിക്കായും പിതൃക്കളുടെ അനുഗ്രഹത്തിനുമായി നടത്തുന്ന കർക്കിടക വാവ് ബലിതർപ്പണം പ്രധാന ക്ഷേത്രങ്ങളിൽ വിവിധ ഇടങ്ങളുമായി നടന്നു. വെളുപ്പിന് 4 മണി മുതൽ തർപ്പണം ആരംഭിച്ചു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. നാഗമഠം ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് കുമരകം രജീഷ് ശാന്തി മുഖ്യ കാർമ്മികം വഹിച്ചു. തിലഹവനം, കൂട്ട നമസ്കാരം, പിതൃപൂജ എന്നിവയും വാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്നു. കൺവീനർ സുരേഷ് പരമേശ്വരന്റെ നേതൃത്വത്തിൽ 250 അംഗ കമ്മിറ്റിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. 10,000-ഓളം പേർ ബലിയിട്ടതായി കമ്മിറ്റി അംഗം സജീഷ് മണമേൽ പറഞ്ഞു. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ന് കർക്കിടക വാവ്. സ്നാനഘട്ടങ്ങളിലും തീർത്ഥക്കുളങ്ങളിലും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ്. മൺമറഞ്ഞുപോയ പൂർവികരുടെയും കാരണവന്മാരുടെയും ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്ന ദിനമാണ് കർക്കിടക വാവ്. ഹിന്ദുക്കൾ ചന്ദ്രനെ പിതൃലോകവുമായി കണക്കാക്കുന്നതിനാൽ ചന്ദ്രമാസമായ കർക്കിടകത്തിലെ കറുത്തവാവ് പിതൃസ്മരണയ്ക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ക്ഷേത്രങ്ങളിലും തീർത്ഥക്കുളങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പൊൻകുന്നത്തും സമീപ പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും വിവിധ കേന്ദ്രങ്ങളിലും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തലേദിവസം വ്രതമെടുത്ത് അമാവാസി ദിനത്തിൽ ഈർനണിഞ്ഞ് പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചാണ് ബലിയിടുന്നത്. രാവിലെ മുതൽ നിരവധി പേരാണ് ചിറക്കടവിൽ ബലിതർപ്പണത്തിനായി എത്തിയത്. ശാന്തിയുടെ നിർദ്ദേശമനുസരിച്ച് എള്ളും പൂവും ഉണക്കലരിയും ചേർത്ത് പിതൃക്കളെ മനസ്സിൽ സ്മരിച്ച് ഭക്തർ ബലിയിട്ടു. കൂടാതെ ക്ഷേത്രക്കുളത്തിൽ മീനരി വഴിപാടും നടന്നു. രോഗശമനത്തിനും ദുരിതത്തിനും അറുതി വരുത്തുന്നതിന് ക്ഷേത്രച്ചിറയിലെ മീനുകൾക്ക് ഭക്ഷണം നൽകുന്നതാണ് മീനരി വഴിപാട്. നിരവധി പേർ മീനരി വഴിപാട് നടത്തി. പൊൻകുന്നം ഗുരുദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലും ബലിതർപ്പണം നടന്നു. നിരവധി ഭക്തർ ഗുരുദേവ ക്ഷേത്രത്തിലെത്തി പിതൃക്കൾക്കായി ബലിയർപ്പിച്ചു. രവീന്ദ്രൻ ശാന്തി തമ്പലക്കാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീ ക്ഷേത്രത്തിലും ബലിതർപ്പണത്തിന് നിരവധി പേർ എത്തി. പയ്യന്നൂർ ഇടമുറി കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കർക്കിടക വാവിനോടനുബന്ധിച്ച് നടന്ന തിലഹോമത്തിന് മേൽശാന്തി ശ്രീകുമാർ ശർമ്മ കാർമ്മികത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ബലിതർപ്പണത്തിന് പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും ഇടപ്പാടി ആനന്ദ ഷൺമുഖ സ്വാമി ക്ഷേത്രത്തിലും എത്തിയത് ആയിരങ്ങൾ. കടവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം ബലിതർപ്പണ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രക്കടവിലും ഇടപ്പാടി ആനന്ദ ഷൺമുഖസ്വാമി ക്ഷേത്രത്തിലും എത്തിയത് ആയിരങ്ങളാണ്. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം മീനച്ചിലാറ്റിലെ കടവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിതർപ്പണ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. കീച്ചേരിൽ ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 5 മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. ഒറ്റ നമസ്കാരം, കൂട്ട നമസ്കാരം, വിഷ്ണുപൂജ, തിലഹാവനം എന്നിവയ്ക്കും ക്ഷേത്രത്തിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇടപ്പാടി ആനന്ദ ഷൺമുഖസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ ഒരേ സമയം 1000 പേർക്ക് പിതൃതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. മേൽശാന്തി വൈക്കം സനീഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പിതൃതർപ്പണത്തിനൊപ്പം തിലഹാവനം, പിതൃനമസ്കാരം, പിതൃപൂജ, വിഷ്ണുപൂജ എന്നിവ ഒരേ സമയം ക്ഷേത്രത്തിൽ നടന്നു. ഭക്തർക്ക് ബലിതർപ്പണം സുഗമമായി നടത്തുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. മീനച്ചിൽ താലൂക്കിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. ബന്ദിപ്പൂ കൃഷിയുമായി കരിക്കാട്ടൂർ CCM സ്കൂൾ വിദ്യാർത്ഥികൾ. ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി നിർവഹിച്ചു. മണിമല കരിക്കാട്ടൂർ CCM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഹൈടെക് ബന്ദിപ്പൂ കൃഷി വിളവെടുത്തു. പ്രൊഫസർ റോണി കെ ബേബി MLA ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പിന്റെയും മണിമല ഗ്രാമപഞ്ചായത്തിന്റെയും സഹായത്തോടെ വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്താനാണ് ബന്ദിപ്പൂ കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷവും ബന്ദിപ്പൂ കൃഷി ചെയ്യുകയും പൂക്കളുടെ വിപണന സാധ്യത കണ്ടെത്തുകയും വിദ്യാർത്ഥികൾ ചെയ്തിരുന്നു. കാർഷിക മേഖല സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാരിൽ ഇടപെടൽ നടത്തുമെന്ന് റോണി കെ ബേബി MLA പറഞ്ഞു. മണിമല പഞ്ചായത്ത് പ്രസിഡന്റ് ലിത ഷാജി, സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് പാറക്കാട്ടിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി കുര്യാക്കോസ്, ഹെഡ്മാസ്റ്റർ ഷിനോ ജോസഫ്, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, കൃഷി ഓഫീസർ അരുൺ ജോസഫ് ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഈ മാസം 19 നടക്കുന്ന പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ UDF പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ UDF ജില്ലാ നേതൃത്വത്തെ ചുമതലപ്പെടുത്താൻ യോഗം ഐകകണ്ഠേന തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ.
എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ട നിരാശയാണ് ഗണേഷ് കുമാറിനെന്ന് ആക്ഷേപം. NSSനെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ വാലായി ഗണേഷ് കുമാർ മാറി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ്. ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ തിരക്ക്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 19-ന് UDF സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.